രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം തതോ വേദശ്രുതിം നാമ ശിവവാരി വഹാം നദീം ഉത്തീര്യ അഭിമുഖപ്രായാത് അഗസ്ത്യാധ്യുഷിതാം ദിശം. ശ്രീരാമചന്ദ്രൻ അങ്ങനെ അഗസ്ത്യ മഹർഷി പാർക്കുന്നതായ ദിക്കിലേക്ക്, തെക്കേ ദിക്കിലേക്ക് വളരെ വേഗത്തിൽ രാമൻ തേരിൽ യാത്ര ചെയ്യാൻ. അഗസ്ത്യ മഹർഷി പാർക്കുന്നത് എവിടെയെന്ന് നമുക്കറിയാം. ഇവിടെ ഈ സഹ്യപർവ്വതത്തിന്റെ ഇങ്ങ് തെക്കേ ഭാഗത്തുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയില്, അഗസ്ത്യഗിരിയില്, അവിടെയാണ് അഗസ്ത്യ മഹർഷി പാർക്കുന്നത്. അഗസ്ത്യകൂടം എന്ന് പ്രസിദ്ധമാണ്. മരുന്നുകളെ കൊണ്ട് നിറഞ്ഞ, ദിവ്യങ്ങളായ മരുന്നുകളെ കൊണ്ട് നിറഞ്ഞ, പവിത്രമായിരിക്കുന്ന, സമുന്നതമായിരിക്കുന്ന ആ പർവ്വത ശിഖരം തിരുവനന്തപുരം നഗരത്തിൽ എവിടെ നിന്നായാലും, ഉയർന്ന പ്രദേശങ്ങളിൽ എവിടെ നിന്ന് നോക്കിയാലും അങ്ങ് കിഴക്ക് അല്പം വടക്കോട്ട് നീങ്ങിയിട്ട് തല ഉയർത്തി നിൽക്കുന്ന, ആകാശത്തിന് ഒരു താങ്ങുന്നതുപോലെ, തൂണുന്നതുപോലെ നിൽക്കുന്ന അഗസ്ത്യ പർവ്വതത്തെ, ആ അഗസ്ത്യ കൂടത്തെ നമുക്ക് നേരിട്ട് കാണാം. അങ്ങനെ അഗസ്ത്യൻ പാർക്കുന്ന ദിക്കിലേക്ക്, ദക്ഷിണ ദിക്കിലേക്ക് വളരെ വേഗത്തില് രാമൻ സഞ്ചരിച്ചു. എങ്ങനെ? വേദശ്രുതി എന്നു പേരായ നദിയെ കടന്ന്. രാമൻ വരുന്നതായ മാർഗം വളരെ വിശദമായിട്ട് വാൽമീകി നമ്മെ കേൾപ്പിക്കുന്നുണ്ട്. ഈ നദികളെല്ലാം നമുക്ക് ഇന്ന് ഉത്തരഭാരതത്തിൽ ചെന്നു കഴിഞ്ഞാൽ നേരിട്ട് കാണാൻ കഴിയും. വേദശ്രുതി എന്നു പേരായ നദി, അത് ശിവവാരി വഹാം നദീം, മംഗളമയമായിരിക്കുന്ന, അമൃതഹൃദ്യമായിരിക്കുന്ന, പരിശുദ്ധമായിരിക്കുന്ന ആ നദിയെ രാമൻ കടന്ന് അങ്ങനെ ദക്ഷിണ ദിക്കിലേക്ക് വളരെ വേഗത്തിൽ അദ്ദേഹം സഞ്ചരിച്ചു. ഗത്വാതു സുചിരം കാലം തത സീതവഹാം നദീം ഗോമതീം ഗോയുതാനൂപാം അതരത് സാഗരംഗമാം. അങ്ങനെ ബഹുദൂരം ഈ വേദശ്രുതി നദി കടന്ന് കാടുകളിലൂടെ സഞ്ചരിച്ചിട്ട് അദ്ദേഹം വേറൊരു നദിയുടെ തീരത്തെത്തുകയാണ്. അതിനെയും കടന്ന്, ഏതാ? ഗോമതി എന്നു പേരായിരിക്കുന്ന നദി. ആ നദി വളരെയേറെ തെളിവുറ്റതായ ജലം കൊണ്ട് നിറഞ്ഞതാണ്. ആ നദിയുടെ രണ്ട് തീരങ്ങളിലും കാടാണ്. ആ തീരദേശങ്ങളില് പശുക്കൾക്ക്, അതേപോലെ എരുമകൾക്ക്, അങ്ങനെയുള്ള ജീവരാശികൾക്ക്, മാനുകൾക്കും മ്ലാവുകൾക്കും ഒക്കെ ആവശ്യമുള്ളതായ ഭക്ഷണം സുഭിക്ഷമായിട്ട് ലഭിക്കും എന്ന് മാത്രമല്ല, ഹിംസ്ര മൃഗങ്ങളുടെ ശല്യം ആ പ്രദേശത്തെങ്ങുമേയില്ല. അതുകൊണ്ട് ആ നദിയുടെ തീരത്തേക്ക് വരുമ്പോൾ തന്നെ അവിടെ പശുക്കൾ കൂട്ടം കൂട്ടമായിട്ട് മേഞ്ഞു നടക്കുന്നത് കാണാം. നേരത്തെ പറഞ്ഞ പ്രകാരത്തിലുള്ള ശാന്തപ്രകൃതരായിട്ടുള്ള, പുല്ലും ഇലയും ഒക്കെ തിന്ന് ജീവിക്കുന്ന മൃഗങ്ങളെയും ധാരാളമായി കാണാം. അങ്ങനെയുള്ള മൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞ തീരദേശത്തോടു കൂടിയ, തണുത്ത വെള്ളത്തോടുകൂടിയ ആ ഗോമതി നദിയെ ശ്രീരാമചന്ദ്രൻ കണ്ടു. ആ ഗോമതി നദിയെയും കടന്ന്, ആ ഗോമതിയുടെ വിശേഷം വാൽമീകി ഒറ്റ വാക്കിൽ കൊണ്ട് ഒതുക്കാണ്. സാഗരംഗമാം, സാഗരത്തിലേക്ക് ഒഴുകുന്നവളായ ഗോമതി, സമുദ്രത്തിലേക്ക് ഒഴുകുന്നവളായ ഗോമതി. ആ ഗോമതിയെയും കടന്ന് ശ്രീരാമചന്ദ്രൻ വീണ്ടും ദക്ഷിണ ദിക്കിലേക്ക് പോവാണ്. ഗോമതിയും ചാപ്പി അതിക്രമ്യ രാഘവ ശീഘ്രകൈഹി. ശ്രീരാമചന്ദ്രൻ വളരെ വേഗത്തിൽ ഓടുന്നതായ കുതിരകൾ പൂട്ടിയ രഥത്തിലാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ ഗോമതി നദിയെ കടന്നിട്ട് മയൂര ഹംസാഭിരുതാം തഥാര സ്യന്തികാം നദീം, സ്യന്തിക
എന്ന് പേരുള്ളതായ നദിയെയും അദ്ദേഹം കടന്നു. അതിന്റെ തീരദേശത്തിലുള്ളതായ കാടുകളില് ധാരാളം മയൂരങ്ങൾ, മയിലുകൾ ഇങ്ങനെ മധുരമധുരമായി ശബ്ദിക്കുന്ന ആ കോലാഹലം കേൾക്കാം. കേക്കാരാവം എന്നാണ് മയിലിന്റെ ശബ്ദത്തിന് ഉള്ള പ്രസിദ്ധമായ പേര്. അത് വളരെ ഹൃദയഹാരിയാണ്, ഉച്ചത്തിലുള്ള ശബ്ദമാണ്. പക്ഷേ നമ്മുടെ മനസ്സിനെ അത് വശീകരിച്ചു കളയും. അങ്ങനെയുള്ള ആ നദീതീരം, മനോഹരമായ നദീതീരം, സ്യന്തിക എന്ന ആ നദിക്ക് പേര്. അവിടെ ഈ മയിലുകളുടെ നാദം തുടർച്ചയായിട്ട് കേൾക്കാം. മയിലുകൾ അവിടെ എല്ലാം ഓടി നടക്കുന്നതും നൃത്തം ചെയ്യുന്നതും ഒക്കെ കാണാം. അതേപോലെ തന്നെ ഹംസങ്ങൾ, രാജഹംസങ്ങൾ, അവയും അവിടെ എല്ലാം ഈ നദിയിലും തീരദേശ കാനനങ്ങളിലും വിഹരിച്ച് നടക്കുന്നത് കാണാം. അവയുടെ ശബ്ദം കൊണ്ടും അവിടെ എല്ലാം മുഖരിതമാണ്. പല പ്രകാരത്തിലുള്ള കൊറ്റികൾ അവിടെ എല്ലാം പറന്നു നടക്കും. പല വർണ്ണങ്ങളുള്ളവ, പല വലിപ്പങ്ങളുള്ളവ, പല പ്രകാരത്തിലുള്ള ശബ്ദങ്ങളോടുകൂടിയവ. രാജഹംസങ്ങൾ മാത്രമല്ല, പിന്നെയോ കൊറ്റികളും അവിടെ എല്ലാം ഇങ്ങനെ പറന്നു നടക്കുന്ന കാണാം. ഇപ്പോഴും ഉത്തരേന്ത്യയിൽ ചെന്നു കഴിഞ്ഞാല്, വിശേഷിച്ചും ഈ പൂർവാഞ്ചൽ മേഖലയില്, അതായത് ഉത്തർപ്രദേശിന്റെയും ബീഹാറിന്റെയും ഒക്കെ ആ കിഴക്കൻ മേഖല, അവിടെ ചെന്നു കഴിഞ്ഞാല് ഗ്രാമങ്ങളിലെല്ലാം രാവിലെ എണീറ്റ് നോക്കിക്കഴിഞ്ഞാൽ 50-100 മയിലുകളും മുറ്റത്ത് നിരന്നു നിൽക്കുന്ന കാണാം. ഇപ്പോ നമ്മുടെ നാട്ടില് വീടുകളുടെ മുറ്റത്ത് കാക്കകൾ പോലും അപൂർവ ദർശനമാണ്. മുമ്പ് കാക്കകളെങ്കിലും ധാരാളമായിട്ടുണ്ടാകുമായിരുന്നു. മറ്റനേകം പക്ഷികള്, പല പ്രകാരത്തിലുള്ള വർണ്ണങ്ങളും ശബ്ദങ്ങളും നൃത്തരീതികളും ഒക്കെ ഉള്ളതായ പക്ഷികൾ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ധാരാളം ഉണ്ടാകുമായിരുന്നു. രാവിലെയും മധ്യാഹ്നത്തിലും വൈകുന്നേരവും ഒക്കെ അത്തരം പക്ഷികളെല്ലാം ഇവിടെ നിന്നും മറഞ്ഞുപോയി. ഇപ്പോ കാക്കകൾ പോലും അപൂർവങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. വളരെ കുറച്ച് കാക്കകൾ മാത്രം ഏറെ കാത്തു നിന്നാൽ കാണാൻ കഴിയും. ആ അവസ്ഥയായി. അവിടെ ഇപ്പോഴും ഗ്രാമങ്ങളിൽ, നഗരപ്രാന്തങ്ങളിലും ഉള്ള വീടുകളുടെ മുറ്റത്ത് മയിലുകൾ ഇങ്ങനെ വലിയ ശബ്ദമൊക്കെ ഉളവാക്കിക്കൊണ്ട് കൂട്ടം കൂട്ടമായിട്ട് സഞ്ചരിക്കുന്നതും പീ വിരിച്ച് നൃത്തമാടുന്നതും ഒക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. ചെങ്കോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമത്തിന് അയോധ്യയില് വലിയ ഒരു ആശ്രമമുണ്ട്. ഏറെ സ്ഥലവും ആശ്രമമുണ്ട്. തമസാനദിയിൽ നിന്നിട്ട് അധികം അകലെയല്ലാതെ അവിടെ പോയി താമസിച്ചു കഴിഞ്ഞാല് ദിവസവും ഈ കാഴ്ച നമ്മൾക്കെല്ലാം അതെല്ലാം അത്ഭുതകരമാണ് നമുക്ക് കാണുവാനും. അപ്പോഴാണ് വാൽമീകിയുടെ യുഗത്തില് വാൽമീകി വർണ്ണിക്കുന്ന ഈ കാഴ്ചകൾ എത്ര സത്യസന്ധമാണ്, എത്ര ഹൃദയഹാരിയാണ്, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ളതായ ബന്ധം എത്ര കണ്ട് ദൃഢമാണ് എന്നൊക്കെ നമുക്ക് ഉത്തമ ബോധ്യമായി തീരുക. നഗരത്തിൽ വസിക്കുന്ന, വിശേഷിച്ചും ഈ ദക്ഷിണ ഇന്ത്യയിൽ നഗരത്തിൽ വസിക്കുന്ന ആളുകൾ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഇതൊക്കെ സംഭവ്യമാണോ എന്ന് ചിന്തിക്കും. ഇവിടെ നദീതീരങ്ങളിൽ, കാനന ദേശങ്ങളിൽ ഒക്കെയുള്ള പക്ഷികളുടെയും അതേപോലെ തന്നെ മറ്റു ദൃശ്യങ്ങളുടെയും വർണ്ണനയാണ് വാൽമീകി തരുന്നത്. ഇന്നും ഗ്രാമങ്ങളിൽ, ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ അനുഭവം ഇത് തന്നെയാണ്. യാതൊരു വ്യത്യാസവുമില്ല. ഈ പക്ഷികൾക്ക് പലതിനും സർക്കാരിന്റെ നിയമം മൂലമുള്ളതായ സംരക്ഷണമുണ്ട്. ഈ പക്ഷികളെ, അതേപോലെ മൃഗങ്ങളെ, ഒരു നീൽഗായ് എന്നൊക്കെ പറയുന്ന, അത് ഏതാണ്ട് മ്ലാവിനെ പോലുള്ളതായ മൃഗങ്ങൾ, അതിനെ ഒന്നിനെയും ഉപദ്രവിക്കാൻ പാടില്ല. എങ്കിൽ അത് വലിയ കേസാണ്. അങ്ങനെ സർക്കാർ ഈ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ അവിടെ സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് വനങ്ങൾ തീരെ കുറവാണ്. എങ്കിലും ആ കൃഷിയിടങ്ങളിലും വീടുകളിലും വീടുമുറ്റങ്ങളിലും ഒക്കെ ഇതൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് ഇതൊന്നും യഥാർത്ഥമായിട്ടുള്ള വർണ്ണനയല്ല. അത് പോയി നാം കണ്ടു കഴിയുമ്പോഴാണ് ഈ വർണ്ണനയുടെ മധുരിമ നമുക്ക് ഹൃദയത്തിൽ അനുഭവിക്കാനായി സാധിക്കുക. ഇങ്ങനെ ആ സ്യന്തിക നദിയെയും കടന്ന് ആ പ്രദേശം മുഴുവൻ രാമൻ സീതയ്ക്ക് കാട്ടിക്കൊടുക്കുകയാണ്. സമഹീം മനിനാരാജ്ഞ ദത്താം ഇക്ഷ്വാകവേ പുരാ സ്ഫീതാം രാഷ്ട്രവൃതാം രാമോ വൈദേഹീം അന്വദർശയത്.
ആ വിപുലമായ ഭൂപ്രദേശം, മനോഹരമായ ഭൂപ്രദേശം, നദികൾ ധാരാളമായുള്ളതായ ഭൂപ്രദേശം, അതുകൊണ്ട് എങ്ങും ജലസമൃദ്ധിയാണ്. അതുകൊണ്ട് എങ്ങും സസ്യങ്ങളാലും അതേപോലെ തന്നെ ഫലവൃക്ഷങ്ങളാലും നിറഞ്ഞതാണ്. അതേപോലെ മയിലുകൾ, ഹംസങ്ങൾ തുടങ്ങിയതായ പക്ഷികളെ കൊണ്ട് നിറഞ്ഞതാണ്, മനോഹരമാണ് ആ പ്രദേശങ്ങൾ. അത് പരിധിയില്ലാത്തതായ ഒരു രാജ്യമാണ്, വളരെ വിപുലമായ ഒരു രാജ്യമാണ് ഈ ഉത്തരകോസലം. ആ ഉത്തരകോസലത്തെ ഇക്ഷ്വാകുവിന് മനു നൽകിയതാണ്. ഇക്ഷ്വാകു ഈ സൂര്യവംശത്തിലെ ആദ്യത്തെ രാജാവ്. അദ്ദേഹത്തിന് മനു നൽകിയതാണ്, സ്മൃതികാരനായിരിക്കുന്ന മനു. അദ്ദേഹം നൽകിയതാണ് ഈ പ്രദേശം. ആ പ്രദേശത്തെ, അതിന്റെ മഹിമയെ രാമൻ സീതയ്ക്ക് വർണ്ണിച്ചു കൊടുത്തു, കാണിച്ചു കൊടുത്തു. എന്നിട്ട് രാമൻ ഈ അവസരത്തില് സാരഥിയായിരിക്കുന്ന സുമന്ത്രരോട് പറയാണ്, ഈ മനോഹരമായ ദേശത്തെ പിരിഞ്ഞാണിപ്പോ രാമൻ ഇങ്ങനെ ദക്ഷിണ ദിക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അവസരത്തിൽ അതിനെ പിരിയുന്നതിൽ, ആ ദേശം രാമന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു, അതുകൊണ്ട് അതിനെ പിരിയുന്നതിൽ രാമന് വിഷമമുണ്ട്. രാമൻ പറഞ്ഞു, കഥാഹം പുനരാഗമ്യ സരൈവ പുഷ്പിദേവനെ മൃഗയാം പര്യടിഷ്യാമി മാത്ര പിത്രാജ സംഗത. അല്ലയോ സുമന്ത്രരെ, എപ്പോഴാണ് എനിക്ക് മടങ്ങി വന്ന് അച്ഛനോടും അമ്മയോടുമൊപ്പം സരയൂ തീരത്തുള്ളതായ അയോധ്യയില് അച്ഛനമ്മമാരെ ആനന്ദിപ്പിച്ചുകൊണ്ട് വസിക്കാനാവുക എന്ന് മാത്രമല്ല, സരയൂ തീരത്തുള്ളതായ വൃക്ഷങ്ങളെ കൊണ്ട്, നിബിഡമായ ഫലങ്ങളെ കൊണ്ടും പുഷ്പങ്ങളെ കൊണ്ടും അലങ്കൃതമായിരിക്കുന്ന ആ പ്രദേശത്ത്, മരങ്ങൾ നിറഞ്ഞതായ ആ പ്രദേശത്ത് എനിക്ക് ആ കാടുകൾക്കുള്ളിൽ ഇഷ്ടം പോലെ വിഹരിച്ചു നടക്കാൻ എപ്പോഴാണ് ഭാഗ്യമുദിക്കുക? ഇങ്ങനെ രാമൻ ദുഃഖത്തോടു കൂടിയിട്ട് തന്റെ തേരാളിയായ സുമന്ത്രരോട്, ആ നാടിന്റെ ഹൃദയം നന്നായി അറിയുന്ന സുമന്ത്രരോട് പറയുന്നു, ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപിഗരീയസി. രാമൻ ലക്ഷ്മണനോട് പറയുന്ന വാക്യമാണിത്. ഇത് വാൽമീകി രാമായണത്തിലുള്ളതല്ല. ഇതിലുള്ളതാണ് എന്ന് പലരും ധരിച്ചു വെക്കാറുണ്ട്. ഇത് വാൽമീകി രാമായണത്തിലുള്ളതല്ല. അനുഷ്ടുപ്പാണ് ഇതിലെ വൃത്തം, അതുകൊണ്ടാണ് വാൽമീകി രാമായണത്തിലുള്ളതാണ് എന്ന് മാത്രമല്ല, അതിന്റെ ആ ആശയവും ആ പ്രകാരത്തിലുള്ളതാണ്. വാൽമീകി രാമായണത്തിന്റെ ഹൃദയം തത്വമായിരിക്കുന്ന ആശയമാണ് ഇതിൽ ഈ വരികളിൽ മുഴങ്ങിക്കേൾക്കുന്നത്. അതുകൊണ്ട് ഈ രാമായണത്തിലുള്ളതാണെന്ന് പലരും വിശ്വസിക്കുന്നു. അല്ല, ഇത് വേറെ ഏതോ കൃതിയിലുള്ളതാണ്. വാൽമീകി രാമായണത്തിന്റെ ഹൃദയം അറിഞ്ഞ ഒരു ഋഷി എഴുതിയതാണ് ആ വാക്യം, ഏതോ പുസ്തകത്തിലുള്ളത്. നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രത്തില് 1000 വർഷക്കാലം വിദേശ അക്രമികളുടെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായി ഈ നാട്ടില്. നമുക്കെല്ലാവർക്കും അറിയാം, അവർ ചെയ്തിട്ടുള്ളതായ അക്രമങ്ങൾ പരിധിയില്ലാത്തതാണ്. എന്തെല്ലാം നശിപ്പിക്കാമോ അത് മുഴുവൻ അവർ നശിപ്പിച്ചു. അങ്ങനെ ഗ്രന്ഥങ്ങളും ഗ്രന്ഥപ്പുരകളും ആഴ്ചകളും മാസങ്ങളും നിന്ന് കത്തി. അതിന്റെ ഫലമായിട്ട് നമുക്ക് വളരെയേറെ ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടു. പല പ്രകാരത്തിൽ കവിതകളായിട്ട്, നാടകങ്ങളായിട്ട്, മഹാകാവ്യങ്ങളായിട്ട്, ശാസ്ത്രഗ്രന്ഥങ്ങളായിട്ട് വിവിധ വിഷയങ്ങൾ, ആയുർവേദം, ധനുർവേദം, അതേപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ഭൗതിക ശാസ്ത്രങ്ങൾ, ഇങ്ങനെ അനേകം ശാസ്ത്രമണ്ഡലങ്ങളിൽ, ജ്യോതിഷം, ഗണിതം, ധാരാളം ഗ്രന്ഥങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഭാഗ്യം കൊണ്ട് ഇങ്ങ് കേരളത്തിലും അങ്ങ് ഹിമാലയ മേഖലയിലും, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ആ മേഖലകളിലും അവിടെ ഈ ദുഷ്ടബുദ്ധികളുടെ ആക്രമണത്തിന് വലുതായിട്ട് നാശം വിതയ്ക്കാൻ കഴിഞ്ഞില്ല.